ഇന്ന് വളരെ രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ചക്കക്കുരു മഷ്റൂം മസാല. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം കൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി അരമണിക്കൂർ മഞ്ഞൾ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ 250 ഗ്രാം ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വളരെ രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിപ്പഴം നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിപ്പിക്കൂണാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. കീടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് പൊയ്ക്കോളും. കൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മസാല കൂണിലൊക്കെ നന്നായിട്ട് പിടിക്കണം. കൂൺ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. കൂൺ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കൂൺ ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു ഞാൻ മുമ്പേ വേവിച്ച് വെച്ചതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ചക്കക്കുരു ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ചക്കക്കുരു ഞാനിവിടെ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചൊരു 8 മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കും. വളരെ ടേസ്റ്റിയായ ചക്കക്കുരു കൂൺ മസാല തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.